theborderofamine.com എന്ന വെബ്സൈറ്റിലെ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഈ കമന്ററി സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ബീയിങ് ഇൻവൈറ്റഡ് ടു എ ചൈൽഡ്സ് വേൾഡ് എന്ന ബ്ലോഗ് പോസ്റ്റിനെ കുറിച്ചാണ്. അതെ, theborderofamine.com. അത് അജ്മൽ ഒരുപാട് വർഷങ്ങളായിട്ട് ശ്രദ്ധയോടെ ഒരുക്കിയെടുത്ത ഒരു സ്പേസ് ആണത്. ശരിയാണ്. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു ആകാംക്ഷ, പിന്നെ അത്ഭുതം, അതൊക്കെ കണ്ടെത്താനും പങ്കുവെക്കാനും ഒരിടം. എഴുത്തിലൂടെയും കലയിലൂടെയും ദൃശ്യങ്ങളിലൂടെയും ഒക്കെ ആയിട്ടല്ലേ? അതെ അതെ, അദ്ദേഹത്തിന്റെ ചിന്തകളാണ് അവിടെ പ്രധാനമായും കാണുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കുട്ടിക്കാലത്തെ ആ ഒരു ഭാവനാലോകമില്ലേ, അതിന്റെ ഒരു മാന്ത്രികതയെക്കുറിച്ചുള്ള അജ്മലിന്റെ ചിന്തകളിലേക്കാണ് ഒന്നിറങ്ങിച്ചെല്ലുന്നത്. ഒരു കുട്ടിയുടെ ലോകത്തേക്ക് നമ്മളെ ക്ഷണിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ 3 വയസ്സുകാരൻ മകനാണ് ഇതിനൊരു പ്രചോദനമായതെന്നും പറയുന്നുണ്ട്. അപ്പോ എന്താണ് ഈ കുട്ടികളുടെ ലോകത്തിന്റെ ഒരു പ്രത്യേകത? അത് അജ്മൽ പറയുന്നതനുസരിച്ച് അവിടെ ഭാവനയ്ക്കാണ് ഫുൾ അധികാരം. ഭാവനയ്ക്ക്? ഓക്കെ. മുതിർന്നവരുടെ ആ ഒരു ലോജിക്ക് അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിന്റെ പരിമിതികൾ, അതിനൊന്നും അവിടെ ഒരു സ്ഥാനവുമില്ല. ഉദാഹരണത്തിന് ടെഡി ബിയറുകൾ, അവര് സംസാരിക്കും. കാർഡ്ബോർഡ് പെട്ടികൾ, അത് ചിലപ്പോ ബഹിരാകാശ പേടകങ്ങളായി മാറും. ശരിയാണ്. സാധാരണ ഒരു കപ്പിലെ വെള്ളം ചിലപ്പോ എന്തെങ്കിലും അത്ഭുത ശക്തിയുള്ള ഒരു പാനീയമായിരിക്കാം അവർക്ക്. നമ്മൾ കാണുന്ന പോലെയല്ല അവര് കാണുന്നത്. തീർച്ചയായും. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അജ്മൽ ഇതിനെ വെറുമൊരു കളിയായിട്ടല്ല കാണുന്നത്. അല്ല, മറിച്ച് മുതിർന്നവർ സ്വയം ഉണ്ടാക്കുന്ന ചിന്തയുടെ പരിമിതികളില്ലേ, അതുമായിട്ടാണ് ഇതിനെ താരതമ്യം ചെയ്യുന്നത്. അതൊരു പ്രധാന പോയിന്റാണ്. അത് വളരെ കറക്റ്റാണ്. കുട്ടികൾ ചുറ്റുമുള്ളതിനെ കാണുന്നത് എങ്ങനെ ഒരു മുൻവിധിയുമില്ലാതെയാണല്ലോ. അതെ, തുറന്ന മനസ്സോടെ. അപ്പോ നമ്മൾ മുതിർന്നവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സാധ്യതകളാണ് അവർ ഈ സാധാരണ വസ്തുക്കളിൽ കാണുന്നത്. ശരിയാണ്. അവരുടെ ആ ഒരു ആകാംക്ഷ, അടങ്ങാത്ത ആകാംക്ഷ, അത് നമ്മൾ ഉറപ്പെന്ന് കരുതുന്ന പലതിനെയും ചിലപ്പോൾ ചോദ്യം ചെയ്യും. നമ്മൾ ഒരു വസ്തുവിന് ഒരു ഉപയോഗമേ കാണുന്നുള്ളൂ. അതെ, പക്ഷെ അവർക്കതിൽ അനന്തമായ സാധ്യതകളാണ്. അത് തന്നെ, അതാണ് അജ്മൽ ഈ പോസ്റ്റിൽ പറയുന്നത് അല്ലേ? നമ്മൾ കാണാത്ത സാധ്യതകൾ അവർ കാണുന്നു. തീർച്ചയായും. അജ്മൽ ബാല്യത്തെ കാണുന്നത് തന്നെ യാഥാർത്ഥ്യവും ഫാന്റസിയും ഇങ്ങനെ ഒന്നിച്ചു ചേരുന്ന ഒരു പ്രത്യേക കാലഘട്ടമായിട്ടാണ്. അധികകാലം നീണ്ടു നിൽക്കാത്ത ഒന്ന്. അതെ, ക്ഷണികമാണ്. ആ സമയത്ത് നിറങ്ങൾക്ക് കൂടുതൽ തിളക്കമുണ്ടാവും. ചെറിയ ചെറിയ സാഹസികതകൾക്ക് പോലും വലിയ ആവേശമായിരിക്കും. ഓരോ സാധനത്തിലും എന്തെങ്കിലുമൊക്കെ അത്ഭുതം ഒളിഞ്ഞിരിപ്പുണ്ടാവും. സമയം പോകുന്നത് പോലും ചിലപ്പോൾ അറിയില്ലായിരിക്കും. അതെ, സമയം പോലും വ്യത്യസ്തമായാണ് അവിടെ അനുഭവപ്പെടുന്നത്. ചിലപ്പോ കഴിച്ചു മണിക്കൂറുകൾ പോയെന്നിരിക്കും. ശരിയാണ്. അല്ലെങ്കിൽ ഒരു വൈകുന്നേരം പെട്ടെന്ന് തീർന്നൊന്നും വരാം. ഇതിനെ ഒരു വലിയൊരു ആശയത്തിലേക്ക് ബന്ധിപ്പിക്കാൻ പറ്റുമോ? പറ്റും. ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാഴ്ചപ്പാട്, അതായത് ലോകത്തെ കൂടുതൽ ജീവസോടെ കാണാനുള്ളൊരു കഴിവ്, അത് തിരിച്ചു പിടിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പരോക്ഷമായി പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ശരിയാണ്. കാരണം അജ്മൽ പറയുന്നുണ്ടല്ലോ, ഒരു കുട്ടിയുടെ ലോകത്ത് അവരുടെ ആ ഭാവനയിൽ പങ്കുചേരാൻ കിട്ടുന്ന കുറച്ചു നിമിഷങ്ങൾ, അത് നമ്മളെ വല്ലാതെ സ്വതന്ത്രരാക്കുമെന്ന്. ഭയങ്കര റിലാക്സിംഗ് ആയിരിക്കും അല്ലേ? അതെ, ജീവിതത്തെ ഒരു പുതിയൊരു കണ്ണിലൂടെ കാണാൻ അത് സഹായിക്കും. നമ്മുടെ ഉള്ളിൽ എവിടെയോ ഉറങ്ങിക്കിടക്കുന്ന ആ പഴയ ഒരു കൗതുകം, അത്ഭുതം, അതൊക്കെ ഒന്ന് തട്ടി ഉണർത്തും. മുതിർന്നവരുടെ ലോകത്തിലെ ആ സ്ട്രെസ്സിൽ നിന്നൊക്കെ ഒരു രക്ഷപ്പെടൽ പോലെ. ശരിയാണ്. പക്ഷേ ആ ലോകത്ത് നമുക്ക് സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. എങ്കിലും കുട്ടിക്കാലത്തെ ആ ഭാവനയുടെ ചെറിയ മിന്നലാട്ടങ്ങൾ, അത് നമ്മളിൽ മായാത്ത ഓർമ്മകളായിട്ട് നിൽക്കുമെന്നാണ് അജ്മൽ പറയുന്നത്. അത് നമ്മളെ വീണ്ടും ഉഷാറാക്കാൻ സഹായിക്കും അല്ലേ? അതെ, നമ്മുടെ സ്വന്തം ആ ഒരു അത്ഭുത ബോധം, പിന്നെ സാധ്യതകളെക്കുറിച്ചുള്ള ചിന്ത, അതൊക്കെ പുനരുജ്ജീവിപ്പിക്കാൻ ഇത് ധാരാളം. ഇത് കേൾക്കുമ്പോൾ ഒരു ചോദ്യം മനസ്സിൽ വരുന്നു. എന്താണത്? ഈ കുട്ടിക്കാലത്തെ കൗതുകം, ലോകത്തെ എങ്ങനെ അത്ഭുതത്തോടെ കാണാനുള്ള കഴിവ്, ഇതൊന്നും പൂർണ്ണമായിട്ട് നഷ്ടപ്പെടാതെ മുതിർന്ന ജീവിതത്തിലും നമുക്ക് എങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും? അതൊരു നല്ല ചോദ്യമാണ്. അതിന്റെ ഉത്തരം അത്ര എളുപ്പമല്ലായിരിക്കും. അപ്പോ ഈ ഒരു ചർച്ചയിൽ നിന്ന് നമ്മൾ എന്താണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്? എനിക്ക് തോന്നുന്നത്, ഒരു കുട്ടിയുടെ ഭാവനാലോകം അത് അനുഭവിച്ചറിയുന്നതിലെ ഒരു ഭംഗിയുണ്ട്. അതിന് നമ്മളിൽ ഒരു ശാശ്വതമായ സ്വാധീനം ചെലുത്താൻ പറ്റുമെന്നൊരു ഓർമ്മപ്പെടുത്തലാണ് അജ്മലിന്റെ കുറിപ്പ്. നമുക്ക് ചുറ്റുമുള്ള നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ആ ചെറിയ ചെറിയ അത്ഭുതങ്ങളെ ഒന്നുകൂടി കാണാനുള്ള ഒരു പ്രചോദനം. അതെ. പിന്നെ theborderofamine.com എന്ന ആ വെബ്സൈറ്റ്, അത് അജ്മലിന്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നുമൊക്കെ രൂപപ്പെട്ട ഒന്നാണ്. ശരിയാണ്. അദ്ദേഹത്തിന്റെ ആകാംക്ഷകളും കണ്ടെത്തലുകളുമൊക്കെ അവിടെയുണ്ട്, എഴുത്തായിട്ടും കലയായിട്ടുമൊക്കെ. അപ്പോ അജ്മലിന്റെ ബീയിങ് ഇൻവൈറ്റഡ് ടു എ ചൈൽഡ്സ് വേൾഡ് എന്ന ഈ പോസ്റ്റ് മുഴുവനായി വായിക്കാനും
അദ്ദേഹത്തിന് മറ്റു വർക്കുകൾ കാണാനും എല്ലാവരും theborderofamind.com സന്ദർശിക്കണമെന്ന് ഞങ്ങൾ പറയുന്നു. തീർച്ചയായും. അതുപോലെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പോഡ്കാസ്റ്റുകളും ഒരുപക്ഷെ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ കാണാൻ സാധിച്ചേക്കും. അതും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ദ ബോർഡർ ഓഫ് എ മൈൻഡിലെ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള കൂടുതൽ വിശകലനങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരാം. തീർച്ചയായും. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. പോകുന്നതിനു മുൻപ് ഒരു ചെറിയ ചിന്ത നിങ്ങൾക്കായി പങ്കുവെക്കട്ടെ. ആവട്ടെ. മുതിർന്നവരുടെ ആ യുക്തിയുടെ ചട്ടക്കൂടുകളൊന്നുമില്ലാതെ നിങ്ങളുടെ ഭാവനയെ സ്വതന്ത്രമായി ഒന്ന് പറക്കാൻ നിങ്ങൾ അവസാനമായി അനുവദിച്ചത് എപ്പോഴായിരുന്നു? ഒന്ന് ചിന്തിച്ചു നോക്കൂ.